യേശുവിന്റെ രക്തത്തിലേക്ക് അടുക്കുമ്പോൾ ഒരു ജ്ഞാനം നമ്മുടെ മേൽ വ്യാപരിക്കുമത്രേ. When we are entering into the hallelujah, the blood of Christ Jesus, we shall have that wisdom be filled in us. എന്തുകൊണ്ട് ചോദിച്ചാൽ ഹല്ലേലൂയ, പാപത്തിന്റെ അടിമയായി കിടന്നിരുന്ന മാനവരാശിയെ രക്ഷിക്കുവാൻ യേശു രക്തം ചൊരിഞ്ഞു എന്ന് നമുക്കറിയാം. We know that he had hallelujah shed his blood for to deliver the whole mankind who was into the sin. എന്തുകൊണ്ടാണ് ഹല്ലേലൂയ ആദ്യ പുരുഷനായിരുന്ന ഹല്ലേലൂയ ഹവ്വായും ആദാമും ഹല്ലേലൂയ പാപത്തിലേക്ക് വഴുതി വീണത്? How did Adam and Eve hallelujah drift into the sin? എന്തുകൊണ്ടാണ് സ്വർഗീയ പദവിയിൽ നിന്ന് ദൈവവുമായി ഒരുമിച്ച് ആരാധിച്ചു പോകുന്നവർ അവരിൽ നിന്ന് സെപ്പറേറ്റ് ആയത്? How did they got separated from the presence of the Lord when they were having the fellowship with Almighty God? അവർക്ക് പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടത്രേ അവർ നശിച്ചു പോയതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. Hallelujah, they did not have the wisdom. Hallelujah, that is why they been hallelujah fallen into the sin. ഇത് തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വ്യക്തമായി പറയുന്ന പരിജ്ഞാനം ഇല്ലായാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്ന്. And even in the New Testament it says that lack of knowledge, lack of wisdom, my people are perished. എന്നാൽ എനിക്ക് ഞാനും നീയും ഇനിയും നശിക്കാതിരിക്കാൻ വേണ്ടി ഒരുവൻ കാൽവറിയിൽ ഹല്ലേലൂയ രക്തമൊഴുക്കിയതുകൊണ്ട്. Amen. Hallelujah, for you and me not to be hallelujah fallen into that pit of hallelujah the sin. He has shed the blood for us on the cross once for all. എന്ന് വെച്ചാൽ പരിജ്ഞാനം ഇല്ലാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്ന് ഒരു വശത്ത് വചനം പറയുമ്പോൾ, one side the word is written like this, lack of knowledge my people are perished. കർത്താവ് പരിശുദ്ധമായ ലൂക്കോസ് സുവിശേഷം 21:15 പറയുന്നു, ഒരുവന് പോലും എതിര് പറയുവാൻ കഴിയാത്ത തലത്തില, ഒരുവന് പോലും നിനക്കെതിരായി നിൽക്കുവാൻ കഴിയാത്ത തലത്തില നിന്റെ മേൽ അവൻ പരിജ്ഞാനത്തെ നിറയ്ക്കുമെന്ന്. One side it says that lack of knowledge my people are perished, but in the New Testament Luke chapter 21:15, for I will give you a mouth and a wisdom which all your adversaries shall not be able to resist.